ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് കോയിനുകളെ പറ്റിയിട്ടാണ്. ഒന്ന് എച്ച് ബാർ, ഒന്ന് സുയി. അപ്പോൾ ഈ രണ്ട് കോയിനുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നല്ല രീതിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ എച്ച് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള കോയിനും ഈ സുയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കോയിനുകളും നമ്മളിതിൻ്റെ പ്രൊജക്റ്റുകൾ അതുപോലെ ഇവരുടെ കമ്പനീനെ കുറിച്ചിട്ടോ അതിൻ്റെ ന്യൂസുകളെ പറ്റിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടെക്നിക്കൽ സൈഡ്, അതായത് ഈ ഒരു കോയിൻ്റെ ഉള്ളിൽ നടക്കുന്ന മറ്റ് വോളിയും അതിൻ്റെ കമ്പാരിസണും പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും അതിൻ്റെ സപ്ലൈയും ഇതിന് അതായത് ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ വശങ്ങൾ നമ്മൾ മൊത്തം ചകഞ്ഞ് നോക്കിയിട്ട് നമുക്കിത് എത്ര വരെ വരാൻ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ നമ്മളൊരു കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കാണണ്ട. ഇത് എൻ്റെ രീതിയിലുള്ള കുറേ അനലൈസുകളും പിന്നെ അതിൻ്റെ കുറേ ടെക്നിക്കൽ സൈഡുകൾ പിന്നെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഹോം പേജിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ 6ാം സ്ഥാനത്ത് നമ്മുടെ സൊളാനോ എപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ രണ്ട് ടോക്കൺ, നമ്മുടെ എച്ച് ബാർ അതുപോലെ സുയി, സൊളാനോൻ്റെ ഒരു ലെവലിലോട്ടോ അല്ലെങ്കിൽ ടോപ്പ് 10 ആയിട്ടുള്ള കോയിനുകളുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം ഇത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കറൻറ്റ്ലി നിൽക്കുന്നത് 13ാം സ്ഥാനത്താണ് നമ്മുടെ എച്ച് ബാർ നിൽക്കുന്നത്. അതുപോലെ 14ാം സ്ഥാനത്താണ് നമ്മുടെ സുയി നിൽക്കുന്നത്. അപ്പോൾ സുയിക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും എച്ച് ബാർ മോശമൊന്നുമില്ല. രണ്ടും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ നല്ല രീതിയിൽ ഇതിൽ ഫണ്ടും കാര്യങ്ങളും റിസർവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ന്യൂസുകളോ അതിൻ്റെ മറ്റു കാര്യങ്ങളല്ല പറയുന്നത്, നമ്മളിതിൻ്റെ ടെക്നിക്കൽ സൈഡ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 13ാം സ്ഥാനത്തും 14ാം സ്ഥാനത്തും ഈ കോയിനുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോയിനുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കിപ്പോൾ 10-നുള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പോൾ 9ാം സ്ഥാനം വരെ നിൽക്കുന്ന നമ്മുടെ ഡോജി കോയിന് 30 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത്. ADA 32 ആണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്ന USDC അറിയാം നമുക്ക്, സ്റ്റേബിൾ കറൻസി 57 ബില്യൺ. സൊളാനോ ഈ ഒരു കോയിൻ 75 ബില്യണിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നോക്കുന്നത് നമ്മുടെ എച്ച് ബാർ ഇപ്പോൾ എത്ര ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്? 10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് 13ാം സ്ഥാനത്ത് കിടക്കുന്നത് നമ്മുടെ എച്ച് ബാർ. അതുപോലെ സുയിയും ഏകദേശം ഓൾമോസ്റ്റ് 9.3 ബില്യൺ ആണ്. അപ്പോൾ നമുക്കിതും ഏകദേശം ഒരു രണ്ടും റൗണ്ടിൽ ഒരു 10 ബില്യൺ വെച്ചിട്ടുണ്ട് എന്ന് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 9 അതായത് 10ാം സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ടോക്കണുകളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 10ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്മുടെ TRX, നമ്മുടെ ട്രോൺ 20 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. പിന്നെ 9ാം സ്ഥാനത്ത് കിടക്കുന്നത് 30 ബില്യൺ. അപ്പോൾ നമുക്ക് ഇത്രയും ബില്യണിലോട്ട് വരണം ഇത് ഈ ഒരു സ്ഥാനത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ് രണ്ടിനും 10 ബില്യൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 20 ബില്യണിൻ്റെ ഉള്ളിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10ാം സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ 20 ബില്യൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് ബില്യൺ ഇരട്ടിയാണ്. ഓക്കെ, 10 ബില്യൺ എന്നുള്ള 20 ആണ്. അതായത് 100% നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ 10ാം സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ എച്ച് ബാറും ഈ ഒരു സുയി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കോയിനും ഓരോ ടാബുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എച്ച് ബാറിൻ്റെ കേസ് ഫസ്റ്റ് എടുക്കാം. ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ ഓഫ് കോഴ്സ് പറഞ്ഞതുപോലെ തന്നെ 10 ബില്യൺ ആണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ വോളിയം ഇന്നത്തെ ഇൻക്രീസ് ചെയ്ത് 24 അവേഴ്സിൽ ടോട്ടൽ വോളിയമാണ് പറയുന്നത് 4.26% മാർക്കറ്റ് ക്യാപ്പിൻ്റെ അത്രയും അതിൻ്റെ 5% വോളിയം ഇന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് നമ്മുടെ എച്ച് ബാറിന്. അതുപോലെ ഇതിന് ടോട്ടൽ സപ്ലൈയും മാക്സിമം സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈയും ഈ 3 ടേമുകളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ടോട്ടൽ സപ്ലൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 ബില്യൺ ആണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ഉള്ളത്. അതായത് മാർക്കറ്റിലേക്ക് ഇപ്പോൾ മൊത്തത്തിലായിട്ട് കിടക്കുന്നത്. അതായത് മാക്സിമം സപ്ലൈ ഇവർ ഇവിടെ രണ്ടാമത് കൊടുക്കുന്നുണ്ട് 50 ബില്യൺ. അതായത് ഈ ഒരു ടോക്കൺ മിൻറ്റബിൾ അല്ല. ഓക്കെ, അതായത് ഈ ഒരു സപ്ലൈ ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല, അത് ലോക്കഡ് ആണ്. അതായത് ഈ 50 ബില്യൺ നമുക്ക് ഇനിയും പ്രിൻറ്റ് ചെയ്ത് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതായത് ലോക്കഡ് ആണ്. നമ്മുടെ മറ്റു ടോക്കണിൻ്റെ പോലെയല്ല. നമുക്ക് അന്നൊക്കെ നമുക്കറിയാം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഉള്ളിലുണ്ടായിരുന്ന ടോപ്പ് 7ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്ത് കിടക്കുന്ന ലൂണൊക്കെ നമുക്ക് സംഭവിച്ചതറിയാം. അത് മിൻറ്റബിൾ ടോക്കൺ ആയിരുന്നു. അതിന് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിന് സപ്ലൈ അങ്ങനെ ലോക്കഡ് ആണ്, സെക്യൂർ ആണ്. അതായത് 50 ബില്യൺ സപ്ലൈ ഇതിൻ്റെ മാക്സ്ഡ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. 42 ബില്യണോളം, ഏകദേശം 41.9 ബില്യണോളം സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ബാക്കി കമ്പനിയുടെ കയ്യിൽ ഹോൾഡിംഗ് ആയിട്ടുള്ളത് 8 ബില്യണിൻ്റെ അടുത്ത് സപ്ലൈ ആണ് ഈ ഒരു കോയിൻ്റെ എടുക്കുന്നത്. ഓക്കെ, 8 ബില്യൺ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു സപ്ലൈ എന്നല്ല. അത് അവരുടെ ഒരു 90% സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10% സപ്ലൈ അവരുടെ കയ്യിലുള്ളത്, അതായത് ആ കമ്പനിയുടെ കയ്യിൽ. ബാക്കിയെല്ലാം സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ടോക്കണിൻ്റെ കാര്യം നോക്കാം. നമുക്ക് സുയിയുടെ കാര്യം നോക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ ടോട്ടൽ സപ്ലൈ 10 ബില്യൺ ആണ് ഇവിടെ. നമുക്ക് ഈ രണ്ട് കോയിനുകൾക്ക് സപ്ലൈ എത്രത്തോളം കൂടി അല്ലെങ്കിൽ എത്ര കുറവ് അതല്ല ഇവിടെ മാറ്ററായിട്ട് വരുന്നത്. ഇതിന് സർക്കുലേറ്റിംഗ് എത്ര നടക്കുന്നുണ്ട് അതാണ്. അതായത് ടോട്ടൽ സപ്ലൈ അല്ലെങ്കിൽ മാക്സിമം സപ്ലൈൻ്റെ എത്ര ശതമാനം പുറത്തേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പനീൻ്റെ കയ്യിൽ എത്ര ഹോൾഡിങ്സ് ഉണ്ട്, മിൻറ്റബിൾ ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സുയിയുടെ കാര്യം 10 ബില്യൺ ആണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈയും മാക്സിമം സപ്ലൈ. അതായത് ഇത് മിൻറ്റബിൾ ടോക്കൺ അല്ല. അതായത് ഇത് പ്രിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സപ്ലൈ കമ്പനിക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത് ലോക്കഡ് ആണ്, സെക്യൂർ ആണ്. ഇനി അത് വീണ്ടും അൺലോക്ക് ചെയ്യാൻ അങ്ങനെ പരിപാടികൾക്കൊന്നും പറ്റില്ല. അവർ ലോക്കഡ്
ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്. പിന്നെ അപ്പോൾ ഈ ഒരു ടോക്കൺ സൂയി ടോക്കണിൻ്റെ 3.16 ബില്യൺ ആണ് സർക്കുലേറ്റിംഗ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി? അതായത് ടോട്ടൽ സപ്ലൈയുടെ ഏകദേശം 30% മാത്രമാണ് സർക്കുലേറ്റിംഗ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എച്ച് ബാറിന് ഏകദേശം 90% പുറത്ത് ആളുകളുടെ കയ്യിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ കയ്യിൽ വെറും 10% മാത്രമേ ഹോൾഡിംഗ് ഉള്ളൂ. പക്ഷേ ഈ ഒരു സുയിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പനിയുടെ കയ്യിൽ ലോക്കഡ് ആക്കിയിട്ട് മീൻസ് അവരുടെ കയ്യിലായിട്ട് 70% സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സപ്ലൈ അവരുടെ കയ്യിലുണ്ട്, ഇത്രയധികം ശതമാനം സപ്ലൈ അവരുടെ കയ്യിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റിസ്ക്കുകളൊക്കെ നമുക്ക് ആലോചിക്കാം. എന്നിരുന്നാലും നമുക്ക് നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നമുക്കതൊക്കെ ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ്, അത് എത്രത്തോളം സേഫാണ് സെക്യൂർ ആണോ അതൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ വർഷങ്ങളായിട്ടുള്ള കുറേ കോയിനുകളുണ്ട് അവരുടെ കമ്പനിയുടെ കയ്യിൽ. അവർ അൺലോക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കമ്പനിയുടെ കയ്യിൽ ഇത്ര വലിയൊരു ശതമാനം ഉള്ളതെന്ന് പറയുമ്പോൾ അത് റിസ്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എനിക്ക് ആണെന്നും പറയാൻ പറ്റില്ല, അല്ലാന്നും പറയാൻ പറ്റില്ല. നമുക്ക് രണ്ടുണ്ട് കാര്യം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്ലൈ 2 കോയിനുകളുടെയും ലോക്കഡ് ആണ്, അതായത് പ്രിൻറ്റ് ചെയ്ത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഈ 2 ടോക്കൺ ഓഫ് കോഴ്സ് നമ്മുടെ ബൈനാൻസിൽ 2 ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കോയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10ാം സ്ഥാനത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു 20 ബില്യൺ വരണം. അതായത് ഇപ്പോൾ ഇതിന് മാർക്കറ്റ് ക്യാപ്പ് 10 ബില്യൺ ഉള്ളിലാണുള്ളത്. 10 ബില്യൺ ആയിട്ടാണ് രണ്ടും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പ് 10 ഇത് വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതായത് ഇന്നത്തെ ഒരു ആൾട്ട് സീസണിൽ ഈ 2 ടോക്കണും 10ാം സ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ, 2 ടോക്കണല്ല 2 ടോക്കണിൽ ഏതെങ്കിലും ഒരു ടോക്കണെങ്കിലും എന്തായാലും ഒരു 10ൻ്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു പോസിബിലിറ്റിയാണ് ഞാൻ ഇതിൻ്റെ സപ്ലൈയുടെ കാര്യത്തിൽ നോക്കിയിട്ട് മാർക്കറ്റ് ക്യാപ്പ് വൈസിൽ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടിനും ചാർട്ടൊന്ന് ജസ്റ്റ് ഞാൻ നോക്കി നോക്കാം. ചാർട്ട് കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കി പറയുന്നില്ല. നമുക്കിപ്പോൾ ഈ സുയിക്ക് ഇപ്പോൾ നല്ലൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതോടെ നല്ല രീതിയിൽ കയറിയിട്ട് 8% നമുക്കൊരു ക്യാൻഡലിൻ്റെ ബോഡിക്ക് മാത്രമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ടോട്ടലി മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 11% ഇത് ടോപ്പിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ എച്ച് ബാറും അത്യാവശ്യം ഈ ഒരു ബിറ്റ് കോയിൻ മൂവ്മെൻറ്റിൽ നല്ല രീതിയിൽ കയറി വന്ന് നിൽക്കുന്ന ഒരു കോയിനൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ സുയിയുടെ ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ തന്നെ ഏകദേശം 84% കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എച്ച് ബാറിൻ്റെ കേസ് നമുക്ക് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഞാൻ 1 ഡേ ടൈം ഫ്രെയിം 2 റീസെൻ്റ് ആയിട്ടുള്ള ഹയറിലോട്ട് പിടിക്കുമ്പോൾ 68% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ടോക്കണും നമുക്ക് എന്തായാലും ടോപ്പ് 10 ഉള്ളിലോട്ട് വരാനുള്ള ചാൻസ് ഒരുപാട് കാണുന്നുണ്ട്. നല്ല ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നത്. പക്ഷേ അത്ര ഒരു സ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതൊരു കോയിൻ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ സപ്ലൈ വൈസിൽ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാനൊരു കാര്യം കൂടി ഞാൻ കാണിച്ചിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൊളാനോ 6ാം സ്ഥാനത്താണ് കിടക്കുന്നത്. ഓക്കെ, 6ാം സ്ഥാനത്ത് കിടക്കുന്നത് നമ്മുടെ സൊളാനയ്ക്ക് 75 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ 6ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്മുടെ ഈ ഒരു കോയിന് നോക്കിയൊക്കെ ടോട്ടൽ സപ്ലൈ ഇവിടെ 595.58 മില്യൺ സപ്ലൈ ഇതിൻ്റെ പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. മീൻസ് ടോട്ടൽ സപ്ലൈ ഉണ്ട്, സർക്കുലേറ്റിംഗ് ചെയ്യുന്നത് 508, അതായത് ഒരു 80% സപ്ലൈ സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ബാക്കിയുള്ള ഒരു 20% ഉള്ളിൽ അവരുടെ കമ്പനിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, സൊളാനയുടെ മാക്സിമം സപ്ലൈ ഇല്ല. അതായത് ഇതൊരു മിൻറ്റബിൾ ടോക്കണാണ്, അതായത് ടോക്കൺ അല്ല സോറി കോയിനാണ്, മിൻറ്റബിൾ കോയിനാണ്. അപ്പോൾ ഈ കോയിൻ എത്ര വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് സ്കാമാണ് റിസ്ക് ആണെന്നല്ല പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഒരു ഭാഗത്ത് വരുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു കോയിനെ പറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിതിൻ്റെ മെയിനായിട്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ സപ്ലൈ നോക്കലും ഇതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈയും ടോട്ടൽ സപ്ലൈയും മാക്സിമം സപ്ലൈ ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്നതും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അതുപോലെ തന്നെ എത്രയുണ്ട്, അതിൻ്റെ വോളിയം എത്ര 24 hours സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ പറയാനുള്ളത് ക്രിപ്റ്റോയ്ക്ക് വീണ്ടും നല്ല ന്യൂസുകൾ വരുന്നു. അതുപോലെ നെഗറ്റീവ് ന്യൂസ് ഈ അടുത്ത് പെട്ടെന്ന് വീണ്ടും ഒരു ക്രാഷ് വന്നു, വീണ്ടും ഒരു പമ്പിങ് നടന്നു, വീണ്ടും ഒരു ക്രാഷ് വന്നു. അപ്പോൾ മാനിപ്പുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഇതിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പറ്റിക്കാനും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആൾട്ട് കോയിനുകളിൽ നിങ്ങളുടെ ഫണ്ട് ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. മാക്സിമം ബിറ്റ് കോയിനിൽ നിങ്ങളുടെ മേജർ ഒരു പോർഷൻ ഒരു 90% അല്ലെങ്കിൽ ഒരു 80%, 85% ബിറ്റ് കോയിനിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് ക്രാഷ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആവറേജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ ആൾട്ട് കോയിനിലാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്രാഷ് വന്നാലും നമുക്കത് ആവറേജും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളെപ്പോഴും ആൾട്ടിൽ നിങ്ങളൊരു ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 20% ഉള്ളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള ടെലിഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.